ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ. ഇന്ന് 35-ാം ദിവസം നമ്മൾ കേൾക്കാൻ പോകുന്നത് പരീക്ഷത്തിന്റെ മരണാണ്. സൂതൻ തുടർന്ന് കഥ പറഞ്ഞു കൊടുക്കുകയാണ് മുനിമാർക്ക്. പരീക്ഷത്തിന്റെ ശാപവൃത്താന്തം കേട്ട തക്ഷകൻ തന്റെ കർത്തവ്യ നിർവഹണത്തിനായി പുറപ്പെട്ടു. വൃദ്ധനായ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ നടന്ന തക്ഷകൻ വഴിക്ക് വെച്ച് മന്ത്രവാദിയായ കശ്യപനെ കണ്ടു. അങ്ങ് എങ്ങോട്ടാണ് ഇത്ര തിടുക്കത്തിൽ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ രാജാവിനെ തക്ഷകദംശത്തിൽ നിന്നും രക്ഷിക്കാനാണ് പോകുന്നതെന്ന് കശ്യപൻ മറുപടിയും പറഞ്ഞു. വിഷം നശിപ്പിക്കാനുള്ള മന്ത്രം എന്റെ കയ്യിലുള്ളതിനാൽ ആയുസ്സുണ്ടെങ്കിൽ രാജാവിനെ രക്ഷിക്കാൻ എനിക്ക് കഴിയും. അപ്പോൾ തക്ഷകൻ പറഞ്ഞു, ഞാനാണ് ആ രാജാവിനെ ദംശിക്കാൻ പോകുന്ന തക്ഷകൻ. അങ്ങേക്ക് അത്രയ്ക്ക് മന്ത്രബലമുണ്ടെങ്കിൽ എനിക്കതൊന്ന് കാണണമെന്നുണ്ട് എന്ന് പറഞ്ഞ തക്ഷകൻ അടുത്തുള്ള ഒരു വൃക്ഷത്തെ തന്നിലെ വിഷജ്വാല കൊണ്ട് ഭസ്മമാക്കി. ഉടനെ തന്നെ കശ്യപൻ ജലമെടുത്ത് മന്ത്രം ജപിച്ച് തളിച്ചപ്പോൾ വൃക്ഷം പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്തു. കശ്യപന്റെ ശക്തി ബോധ്യമായ തക്ഷകൻ ബ്രാഹ്മണനെ അനുനയിപ്പിച്ചു. അങ്ങയ്ക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ തന്റെ വിദ്യ കൊണ്ട് ധനം നേടുകയാണ് ഉദ്ദേശമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ തക്ഷകൻ പറഞ്ഞു, അങ്ങയ്ക്ക് രാജാവിൽ നിന്നും കിട്ടാവുന്ന ധനം ഞാനിപ്പോൾ തരാം. അങ്ങ് കൊട്ടാരത്തിലേക്കുള്ള യാത്രയിൽ നിന്ന് പിന്മാറണം. രാജാവിനെ രക്ഷിക്കാതെ ധനം മോഹിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നത് ഉചിതമല്ല, കീർത്തികരവുമല്ല. എന്നാൽ രാജാവിനെ ജീവിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ കീർത്തി എന്നും നിൽക്കും. കീർത്തിക്കായി പണ്ടുള്ളവർ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. രഘു തന്റെ സർവസ്വവും മുനിക്ക് നൽകിയത് കീർത്തിക്കായാണ്. ഹരിശ്ചന്ദ്രൻ, കർണൻ തുടങ്ങിയവരും കീർത്തിക്കായി എന്തെല്ലാം ഉപേക്ഷിച്ചു. വിഷത്തീയിൽ ഒടുങ്ങാൻ പോകുന്ന രാജാവിനെ എങ്ങനെ ഞാൻ ഉപേക്ഷിക്കും? രാജാവ് മരിച്ചാൽ പ്രജകൾക്ക് നഷ്ടം, എനിക്ക് പാപവും ധനമോഹിയെന്ന ദുഷ്കീർത്തിയും ഉണ്ടാകും. എന്നാൽ ആലോചിച്ചു നിൽക്കവേ കശ്യപൻ മനക്കണക്കിലൂടെ രാജാവിന്റെ ആയുസ് തീരാൻ സമയം അധികമില്ലെന്ന് മനസ്സിലാക്കി. എന്തായാലും രാജാവിന് ആയുസില്ല എങ്കിൽ പിന്നെ തക്ഷകന്റെ ധനം സ്വീകരിക്കുക തന്നെ എന്ന് തീരുമാനിച്ചുകൊണ്ട് പണവും വാങ്ങി അദ്ദേഹം സ്വഗ്രഹം പോകി. അങ്ങനെ കശ്യപനെ യാത്രയാക്കി തക്ഷകൻ ഹസ്തിനാപുരിയിലെത്തി. 7-ാം ദിവസം മണിമന്ത്ര ഔഷധാദികളാൽ പരിരക്ഷിക്കപ്പെട്ട രാജാവ് മാളികപ്പുറത്ത് കഴിയുന്നു. പാപിയായ ഈ രാജാവിനെ എങ്ങനെയാണ് വഞ്ചിക്കുക? അത് സമയത്ത് സംഭവിച്ചില്ലെങ്കിൽ എനിക്ക് ശാപം വന്നു ചേരും. ഈ രാജാവ് പാപി തന്നെയാണ്. ആരാണ് ചത്തൊരു പാമ്പിനെ താപസന്റെ മേലിടാൻ തോന്നുക? നികൃഷ്ടകർമ്മം ചെയ്തിട്ട് മരണത്തെ വഞ്ചിക്കാനായി മാളിക മുകളിൽ കയറിയിരിക്കുകയാണ് മന്നവൻ. എന്നാൽ വിധിവിഹിതം മാറ്റാൻ കോടിയജ്ഞങ്ങൾ ചെയ്താലും സാധിക്കുമോ? അർജുനന്റെ പൗത്രനായ ഇവൻ മൃത്യു ഉറപ്പാണെന്ന് മനസ്സിലാക്കിയിട്ടും ജീവിക്കാനുള്ള ഇച്ഛയിൽ ഒരു കുലുക്കവുമില്ലാതെ മാളികപ്പുറത്ത് വിരാജിക്കുന്നു. ഈ സമയത്ത് ദാനാദി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതാണ് രാജാവിന് ഹിതം. അല്ലെങ്കിൽ മരണാനന്തരം ഗതി കിട്ടുകയില്ലല്ലോ. മുനിദ്രോഹം ചെയ്ത പാപം കൂടാതെ വിപ്രകുമാരന്റെ ശാപവും ഈ രാജാവിനെ ബാധിക്കും എന്നത് നിശ്ചയം. ഇയാൾക്ക് ഈ സത്യം പറഞ്ഞു മനസ്സിലാക്കാൻ ഒരു ഉത്തമ ബ്രാഹ്മണൻ കൂടെയില്ലാതെ പോയി. രാജാവിന്റെ മൃത്യു അനിവാര്യമായ ഒന്നാണ്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തക്ഷകൻ കൂടെയുള്ള സർപ്പങ്ങളെ മുനിവേഷം ധരിപ്പിച്ചു. രാജാവിന് കാഴ്ചവെക്കാൻ ഫലമൂലങ്ങളുമായി മുനിമാർ കൊട്ടാരത്തിലെത്തി. വേദമന്ത്രങ്ങൾ കൊണ്ട് പാർത്ഥപൗത്രനെ വാഴ്ത്താനും അനുഗ്രഹിക്കാനും വന്നവരാണ് ഞങ്ങളെന്ന് കേട്ട് കാവൽക്കാർ മുനിമാരെ തടഞ്ഞു. രാജകൽപ്പന മാനിച്ച് അവർ പറഞ്ഞു, ഇന്നിനി നിങ്ങൾക്ക് രാജാവിനെ കാണാൻ സാധിക്കുകയില്ല. നാളെ നിങ്ങൾ കൊട്ടാരത്തിലേക്ക് വന്നുകൊള്ളൂ. ഇപ്പോൾ എന്തായാലും രാജാവിനെ കാണാൻ കഴിയില്ല എന്നറിഞ്ഞ മുനിമാർ അവർ ഫലമൂലാദികളുമായി എത്തിയ വിവരം രാജാവിനെ അറിയിക്കാൻ ആവശ്യപ്പെട്ടു. രാജാവ് കാവൽക്കാരോട് മുനിമാർ കൊണ്ടുവന്ന ഫലമൂലാദികൾ കൊണ്ടുവരാൻ അനുവദിച്ചു. താപസന്മാരോട് തന്റെ ആദരവറിയിക്കാനും രാജാവ് കൽപ്പിച്ചു. കാവൽക്കാർ പഴങ്ങൾ രാജാവിന് സമർപ്പിച്ചു. വിപ്രവേശത്തിൽ വന്ന നാഗന്മാർ അവിടം വിട്ടു പോവുകയും ചെയ്തു. രാജാവ് കൂടെയുള്ളവർക്ക് പഴങ്ങൾ വിതരണം ചെയ്ത ശേഷം ഒരെണ്ണം താനും എടുത്തു. ബ്രാഹ്മണർക്ക് കൊടുത്തിട്ട് ഭുജിക്കുന്നത് ശ്രേഷ്ഠം തന്നെ എന്നൊരു പഴമൊഴിയും രാജാവ് പറഞ്ഞു. തന്റെ കയ്യിൽ കിട്ടിയ പഴം രാജാവ് സ്വയം മുറിച്ചു. മുറിച്ച പഴത്തിൽ അണുവലുപ്പത്തിൽ ഒരു കൃമി ഉണ്ടായിരുന്നു. കറുത്ത കണ്ണും ചുവന്ന നിറമുള്ള അതിനെ കണ്ട് സജീവന്മാർ വിസ്മയിച്ചു. അപ്പോൾ സൂര്യാസ്തമയമായിരുന്നു. സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ഈ നേരത്ത് എനിക്ക് വിഷഭീതിയില്ല. മുനികുമാരന്റെ ശാപം ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു. ഇതെന്നെ കടിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് രാജാവ് ആ കൃമിയെ കൈകൊണ്ടെടുത്ത് കഴുത്തിൽ വെച്ചു.
തൽക്ഷണം ആ കൃമി വളർന്ന് ഭീമാകാരം പൂണ്ട് തക്ഷകനായി. സൂര്യൻ അസ്തമിക്കെ സർപ്പം രാജാവിനെ ചുറ്റിവരിഞ്ഞ് ദംശിച്ചു. മന്ത്രിമാർക്ക് ദുഃഖത്തോടെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കാവൽക്കാർ പേടിച്ചോടി. എല്ലായിടത്തും ഹാഹാ വിളികൾ മുഴങ്ങി. സർപ്പത്താൽ ചുറ്റിവരിഞ്ഞ് പൗരുഷം നഷ്ടപ്പെട്ട രാജാവിന്റെ മനസ്സിളകിയില്ല. പാമ്പിന്റെ വായിൽ നിന്നും വമിച്ച തീജ്വാല രാജാവിനെ ഭസ്മമാക്കി. ജീവൻ ഉടലിൽ നിന്നും വേർപെട്ടു. രാജാവിനെ കൊന്ന ശേഷം തക്ഷകൻ ആകാശത്തേക്ക് പൊങ്ങിപ്പോവുകയും ഭീകരദൃശ്യം നാട്ടുകാർ പലരും കാണുകയും ചെയ്തു. രാജാവിന്റെ മരണമറിഞ്ഞ് ജനങ്ങൾ വാവിട്ട് കരഞ്ഞു. നാളെ 36-ാം ദിവസം ശ്രീമദ് ദേവി ഭാഗവതത്തില് സർപ്പസത്ര നിവാരണമാണ് കേൾക്കാൻ പോണത്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ.